ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. കർമ്മശാസ്ത്ര അഭിപ്രായ വ്യത്യാസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റു സംഘടനകൾക്കില്ലാത്ത വ്യതിരക്തമായൊരു നിലപാടുണ്ട്. നമ്മുടെ നാട്ടിൽ പല സംഘടനകളും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ മാത്രം ശക്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആ അഭിപ്രായത്തിൽ കക്ഷിത്വം പുലർത്തുന്നവരോ ആണ്. നമുക്കറിയാം, ഞാനത് വിശദീകരിക്കണില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം, ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അതിൻ്റെ ആദർശത്തിൽ ഒരു കോംപ്രമൈസിന് അത് തയ്യാറല്ല. ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ, ദീനിനെ സംസ്ഥാപിക്കുക എന്നത് പ്രവാചകന്മാർക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ലക്ഷ്യമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അതാണ്. അതിലും അഭിപ്രായ വ്യത്യാസമില്ല. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഈ അഭിപ്രായ വ്യത്യാസത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിലപാടിൽ മാത്രമാണ് ശരി എന്ന് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഒരു പിടിവാശി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതില്ലാത്തത് ഇസ്ലാമിന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി പുതുതായി ഒരു ആശയം ഉണ്ടാക്കിയതല്ല. ഉദാഹരണമായിട്ട് 70-ലധികം മദ്ഹബുകൾ ലോകത്തുണ്ട്. അതിൽ പ്രഗത്ഭരായ 4 മദ്ഹബുകളെ നമുക്കറിയുള്ളൂ: ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇതല്ലാത്തയും ധാരാളം മദ്ഹബുകളുണ്ട്. അവർക്ക് ഫോളോവേഴ്സ് കുറവായതുകൊണ്ട് നമ്മളങ്ങനെ അവരെ പേര് അറിയാറില്ല എന്ന് മാത്രം. അവർക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒരു ഹനഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം ഹനഫി മദ്ഹബുകാരനായിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവും ലക്ഷ്യവും അംഗീകരിച്ച അയാൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കാം. ഒരാൾക്ക് ഷാഫിഈ മദ്ഹബുകാരനായിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവും ലക്ഷ്യവും അംഗീകരിച്ചുകൊണ്ട് അയാൾക്ക് പ്രവർത്തിക്കാം. അപ്പോൾ ഇതിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശാഖാപരമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് അവരുടെ ആദർശത്തിലും ലക്ഷ്യത്തിലും ഒന്നിക്കണമെന്ന സങ്കല്പമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളു. അതിൽപ്പെട്ട ഒരു വിഷയമാണ് തറാവീഹിന്റെ വിഷയം എന്ന് പറയുന്നത്. ഇത്തരം ഏത് ചോദ്യങ്ങൾ വന്നാലും ഈ ആമുഖം ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ തറാവീഹിൽ 8 റക്അത്ത് ആണ് നമസ്കരിക്കുന്ന ഹദീസുകളിലുണ്ട്. നബി തിരുമേനി നോമ്പ് ആയപ്പോഴും അല്ലാത്തപ്പോഴും 11 റക്അത്തെ രാത്രി നമസ്കാരം നിസ്കരിച്ചിട്ടുള്ളൂ എന്ന ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി അടക്കം അത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ അർത്ഥത്തിൽ 11 റക്അത്ത് ആണ് പല ആളുകളും ഖിയാമുൽ ലൈലായാലും തഹജ്ജുദായാലും തറാവീഹായാലും പല പേരിലായാലും രാത്രി നമസ്കാരം 11 റക്അത്തിൽ കൃത്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് 20 റക്അത്താക്കുകയും 23-ൽ പരിമിതപ്പെടുത്തുകയും ചെയ്തു. 3 റക്അത്ത് ഒറ്റയാക്കി വിതറാക്കി 23 റക്അത്താക്കി നിസ്കരിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ ഹറമുകളിൽ 23 റക്അത്താണ് ഇപ്പോഴും നമസ്കരിക്കുന്നത്. ഇമാമ് വ്യത്യാസമുണ്ടാവും. 10 റക്അത്ത് ഒരു ഇമാം നിസ്കരിക്കുള്ളൂ, 20 റക്അത്ത് ഒരു ഇമാം നിസ്കരിക്കൂല. ഏത് ഹറമിലും ഇമാമ് 11 നിസ്കരിക്കുള്ളൂ, പക്ഷെ 20 റക്അത്ത് എന്നുണ്ടാവും ഉണ്ടാവും. ഹറമിൽ ഇമാമിന്റെ ഷെഡ്യൂൾ പരിശോധിച്ചാൽ അറിയാം. ആദ്യത്തെ 10-ൽ ഇന്ന ഇമാമ്, രണ്ടാമത്തെ 10 റക്അത്തിന് വേറെ ഇമാമ് എന്നാണ് എഴുതുക. ആദ്യ തറാവീഹിന് ഇമാമൊന്നുമില്ല, കാരണം അവിടെയും 11 നിസ്കരിക്കുള്ളൂ ഒരാൾ. അപ്പൊ യഥാർത്ഥത്തിൽ അതേസമയം ഹറമിലെ ഔദ്യോഗിക നിസ്കാരം 23 റക്അത്താണ്. നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായത്തിൽ 23 നിസ്കരിച്ചാലും 11 നിസ്കരിച്ചാലും, ഇനി ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിൽ 36 വരെ ആവാം തറാവീഹ് നമസ്കാരം നിസ്കരിക്കാലും ഈ നിസ്കാരത്തിന് ഏത് നിസ്കാരത്തിനും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇമാം ഷാഫി അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഖുർആൻ പാരായണം അധികരിപ്പിച്ച് റക്അത്തുകളുടെ എണ്ണം ചുരുക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന നിസ്കാരം. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ പാരായണം ചുരുക്കിയിട്ട് റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാറുമുണ്ട്. അപ്പൊ ഇതൊക്കെ പണ്ടേ ഉള്ളത് കൊണ്ടാണല്ലോ ഈ അഭിപ്രായം ഈ അർത്ഥത്തിൽ ഇമാം ഷാഫി അടക്കമുള്ള ആളുകൾ പറയുന്നു. അപ്പൊ തറാവീഹിന് ഇസ്ലാമിക സമൂഹത്തിൽ കൃത്യമായ എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, ഇത്രേ പാടുള്ളൂ എന്ന വാശി മുസ്ലിം സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ട് വ്യത്യസ്തമായ പള്ളികളിലും സമൂഹങ്ങളിലും മദ്ഹബുകളിലുമൊക്കെ
ഈ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. സയ്യിദ് അബുൽ അല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 20 റക്അത്താണ് തറാവീഹ് നമസ്കാരം. പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരു നയവും നടപ്പിലാക്കിയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അതുകൊണ്ട് തറാവീഹിയുടെ എണ്ണം എത്രയാണ് എന്ന് കരുതി തർക്കിക്കുന്ന എന്നൊരു സമുദായത്തിൽ ഒരിക്കലും അഭികാമ്യമല്ല. ഇതിലേത് നിസ്കരിക്കാം. ഒന്നെങ്കിൽ ഓത്ത് നിങ്ങൾക്ക്, അതായത് പാരായണം അധികരിപ്പിച്ച് റക്അത്തുകളുടെ എണ്ണം ചുരുക്കാം, പാരായണം കുറച്ച് റക്അത്തുകളുടെ എണ്ണം അധികരിപ്പിക്കുകയും ചെയ്യാം. ഇതേത് നിർവഹിച്ചാൽ നിർവഹിച്ചതിനനുസരിച്ച് പടച്ച തമ്പുരാൻ കൂലി തരും. അതിലൊരു ഏക യൂണിറ്റി ലോക മുസ്ലിം സമൂഹത്തിനുണ്ടെങ്കിൽ ളുഹ്ർ 4 എന്നതുപോലെ മുസ്ലിം സമൂഹത്തിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുണ്ട്. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പുലർത്തേണ്ട പൊതുവായ സമീപനം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയുടെയും വിശാലതയുടെയും സമീപനമാണ്. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ സുബഹി നമസ്കാരത്തിൽ എന്ത് ചെയ്യണം? കുനൂത്ത് ഓതണം. കുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം തീരുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് അയാൾ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ ഇത് ഇമാം ഷാഫിയുടെ അഭിപ്രായമാണ്. പക്ഷെ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം അനുസരിച്ച് സുബഹി നമസ്കാരത്തിൽ എന്തില്ല? കുനൂത്ത് വേണ്ടതില്ല എന്നാണ്. ഇമാം ഷാഫി കൂഫ മസ്ജിദിൽ ഒരിക്കൽ സുബഹി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുബഹി നമസ്കാരത്തിൽ അദ്ദേഹം കുനൂത്ത് എന്ത് ചെയ്തു? ഒഴിവാക്കി. അപ്പൊ ശിഷ്യന്മാർ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ കുനൂത്ത് ഒഴിവായാൽ 2 റക്അത്ത് സുജൂദ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. അതും ചെയ്തില്ല. അപ്പൊ ഇമാം ഷാഫിയോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ കുനൂത്ത് സുബഹിയിൽ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഇമാം ഷാഫി പറഞ്ഞ മറുപടിയാണ്, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട പൊതുവായ നിലപാടെന്ന് പറയുന്നത്. കാരണം ഈ പള്ളി ഇമാം അബൂ ഹനീഫയുടെ പള്ളിയാണ്. കൂഫയിലെ മസ്ജിദ് ഇമാം അബൂ ഹനീഫ ദർസ് നടത്തിയിരുന്ന പള്ളിയാണ്. ഈ ശ്മശാനത്തിൽ ഇമാം അബൂ ഹനീഫയുടെ മയ്യത്ത് ജനാസയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഞാൻ ഇന്നത്തെ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ കുനൂത്ത് വേണോ വേണ്ട എന്ന തർക്കം ലോകത്ത് മുസ്ലിം സമൂഹം അക്കാലത്ത് നടത്തി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വിഷയങ്ങളിലൊക്കെ. ഇത് അടിസ്ഥാനപരമായ ഇതിന് ശാഖാപരം എന്നാണ് പറയാ. ശാഖാപരം ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് വിശദീകരിക്കാൻ ഈ ടൈപ്പ് ചോദ്യം ഉണ്ട്, ഇനി മാറ്റി വെച്ചാൽ മതി. അപ്പൊ യഥാർത്ഥത്തില് ഈ നമ്മൾ മനസ്സിലാക്കുക, നമസ്കാരത്തിൽ ചില പദങ്ങൾ ഹദീസുകളിൽ വന്ന പദങ്ങൾക്ക് വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടാവും. ഒരേ അർത്ഥമല്ല. ഒരു അറബി ഭാഷയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹർരികു സബാബതഹു ഇൻദ തശഹുദ് എന്നാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചൂണ്ടുവിരൽ ചലിപ്പിച്ചു എന്നാണ് പദപ്രയോഗം. അപ്പോ അത്തഹിയാത്തിൽ അപ്പൊ ഈ യുഹർരിക്കു എന്ന് പറഞ്ഞാൽ ഏതർത്ഥം? ഇങ്ങനെ നിൽക്കാതെ ചലിപ്പിക്കുന്നതിന് യുഹർരിക്കു എന്ന് പറയും, ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കണതിനും യുഹർരിക്കു എന്ന് പറയും. ഈ പദത്തിന് അതിനൊക്കെ സാധ്യത ഉണ്ടായതുകൊണ്ട് ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ നമസ്കാരത്തിൽ അപ്പൊ ഇമാം ഷാഫി പറഞ്ഞു, തശഹുദ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിരല് വെക്കാൻ പാടുള്ളൂ. ഇമാം മാലിക് പറയുന്നത് തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിന് മുഴുവൻ പറയും. അതുകൊണ്ട് അത്തഹിയാത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിരലിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക, താഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം ഇതാണ്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം അനുസരിച്ച് ഇസ്മുൽ ജലാലത്ത്, അതായത് അള്ളാന്റെ പേര് വരുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഏകനാണ് എന്ന അടയാളം വരുന്ന ചിഹ്നം പൊക്കിക്കൊണ്ട്. അപ്പൊ ഇത് പദത്തിൽ എല്ലാവർക്കും യുഹർരിക്കു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചലിപ്പിക്കണേന് പറയും, ഒരു പ്രാവശ്യം ചലിപ്പിക്കണേന് പറയും. തശഹുദ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. തശഹുദ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അത്തഹിയാത്തിനും അറബി ഭാഷയിൽ പറയും. അപ്പൊ ഈ ഭാഷയിലുള്ള വ്യാഖ്യാന സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിലപാടുകളിൽ വ്യത്യസ്തമുണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ തർക്കിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഇശാ തന്നെ നിസ്കരിക്കാത്ത സമുദായത്തിന്റെ മുന്നിൽ തറാവീഹിന്റെ എണ്ണത്തിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. സുബൈക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ വീട്ടിൽ കടന്നുറങ്ങുന്ന ആളുകളോട് സുബൈക്ക് കുനൂത്തുണ്ടോ അല്ലേ എന്ന് തർക്കിക്കുന്നതിൽ അർത്ഥം ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ സുബൈ നിസ്കരിക്കാൻ വരികയാണ് വേണ്ടത്, ഇശാ നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇശാ നിസ്കരിക്കാൻ പഠിച്ചോ പിടിക്കും, തറാവി നിസ്കരിച്ചില്ലേ പഠിച്ചോ എന്ത് ചെയ്യില്ല, അതിന്റെ പേരിൽ ശിക്ഷിക്കൂല. അപ്പൊ ഇതാണ് മുസ്ലിം സമൂഹത്തിൽ. ഇമാം ഹസനുൽ ബന്ന ഒരിക്കല് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടി വരുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ട് ചോദിച്ചു, ഇമാമെ 2-3 കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്ര അർജന്റ് കേസ്? നിസ്കാരത്തിന് പോകുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു തറാവീഹിന്റെ എണ്ണം, ഇതേ ഒരു ചോദ്യം ചോദിച്ചു, തറാവീഹിന്റെ എണ്ണം 8 ആണോ 20 ആണോ എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന വേണോ വേണ്ടേ
എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത് സുബഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഉണ്ടോ ഇല്ലേ. ഈ 3 ചോദ്യത്തിന് അഹ്സനുൽ ബന്ന ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഖുനൂത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഖുനൂത്ത് സുന്നത്തായിട്ടാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം 8ഓ 20ഓ എന്നുള്ളതൊക്കെ തറാവീഹ് നിസ്കാരം തന്നെ എന്താണ്, സുന്നത്തായൊരു നമസ്കാരമാണ്. പക്ഷേ ഞാനും നീയും തമ്മിലുള്ള ഒരുമ, ഐക്യം ഇസ്ലാമിൽ എന്താണ്, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. അത് അള്ളാഹു നിർബന്ധാക്കിയ കാര്യമാണ്. ഖുനൂത്ത് സുന്നത്താണ്. മുസ്ലിം സമുദായത്തിലെ രണ്ടാളുകൾ തമ്മിലുള്ള ഐക്യം നിർബന്ധമാണ്. നമ്മൾ രണ്ടുപേരും ഈ സുന്നത്തിൽ അഭിപ്രായ വ്യത്യാസം പുലർത്തിയിട്ട് നിർബന്ധം ഇല്ലാതാക്കണോ അതോ സുന്നത്ത് അവനിഷ്ടമുള്ളത് സ്വീകരിക്കണോ എന്ന് നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇമാം ഹസനുൽ ബന്ന നിസ്കാരത്തിന് പോയി. അപ്പൊ ഇതാണ് ഇതിൽ പൊതുവായിട്ടുള്ള നമ്മുടെ നിലപാട്. ഇത് ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് ഇഅ്തിസാമു ബിഹബ്ലില്ലാ, യഥാർത്ഥത്തിൽ അത് നിർബന്ധമായൊരു കാര്യമാണ്. മറ്റുള്ള വിഷയങ്ങൾ അതിൽ ഓപ്ഷൻ ഉണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഇഖ്തിലാഫിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചവൻ തെറ്റാണ്, മറ്റത് ശരിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമ്മുടെ കാൽ തഖ്വയും ദീനിൽ അറിവുമുള്ള പണ്ഡിതന്മാർ ഈ നിലപാട് സ്വീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ എവിടെയും അറിവില്ല. അതുകൊണ്ട് ഇമാം ഷാഫിയേക്കാൾ വലിയൊരു പക്ഷപാതി നമ്മൾ ആവേണ്ടതില്ല, ഇമാം അബൂ ഹനീഫയേക്കാൾ വലിയൊരു പക്ഷപാതി നമ്മൾ ആ കാര്യത്തിൽ ആവേണ്ടതില്ല എന്നതാണ്. നിസ്കാരത്തിന് കൈകെട്ടുന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നിങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് അനുസരിച്ച് ഇവിടെ കൈകെട്ടാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കൈകെട്ടും. അപ്പോൾ സലഫി മൻഹജ് അനുസരിച്ചുള്ള ആളുകൾ, യഥാർത്ഥത്തിൽ സലഫി മൻഹജ് എന്ന് പറയുന്നത് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മൻഹജാണ്. അപ്പോൾ ആ മൻഹജ് അനുസരിച്ചൊക്കെ ആളുകൾ ഇവിടെയാണ് കൈകെട്ടുക. അതേസമയം ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ കൈകെട്ടണം എന്നാണ്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ പൊക്കിളിന്റെ താഴെയാണ് കൈകെട്ടത്. ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിൽ കയ്യെണ്ണ കെട്ടേണ്ടതില്ല എന്നാണ്. അപ്പോ ഇതില് നിസ്കരിക്കാൻ, അപ്പോ നിങ്ങൾ ഹറമിൽ പോയതൊക്കെ കാണും. ചില ആളുകൾ അള്ളാഹു അക്ബർ കണ്ട് കൈ താത്തിടും, ചില ആളുകൾ ഇവിടെ കെട്ടും, ചില ആളുകൾ ഇവിടെ കെട്ടും. ഈ ഹറമിൽ പോയ എല്ലാ മദ്ഹബും നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് ശരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതിൽ ഇവിടെ കെട്ടണോ സ്വർഗത്തിൽ, ഇവിടെ കെട്ടണോ നരകത്തിൽ എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് പ്രയാസങ്ങളുള്ളൂ. ആ നിലപാട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നിലപാടേ അല്ല. അടുത്ത ചോദ്യത്തിന് മുമ്പ് സ്ത്രീ സംബന്ധമായ ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് സഹോദരി സഫിയ ഷറഫിയ ഇവിടെ ഹാജരാകാത്തത്. അടുത്ത ചോദ്യം, മതരാഷ്ട്രവാദം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ ഇടയ്ക്കിടെ ആരോപണം ഉയരാറുണ്ടല്ലോ. ശരിക്കും എന്താണ് ഈ മതരാഷ്ട്രവാദം? ജമാഅത്ത് ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? ഇസ്ലാമികേതര ഭരണവ്യവസ്ഥയുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്? അതോടൊപ്പം ഒരു ചോദ്യം കൂടെ, ഇസ്ലാമോഫോബിയയെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? മതരാഷ്ട്രവാദം എന്ന് പറയുന്ന പദപ്രയോഗം ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ ഒരു സാഹിത്യത്തിലോ പുസ്തകത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയും മതരാഷ്ട്രവാദം എന്നുള്ള പ്രയോഗം ജമാഅത്തിന്റെ ഔദ്യോഗികമായൊരു സംവിധാനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്ന മതരാഷ്ട്രവാദം ഉണ്ടാക്കാൻ അല്ല. ആണെങ്കിൽ അതിന്റെ ലക്ഷ്യമോ അതിന്റെ ആദർശമോ മതരാഷ്ട്രവാദമാണെങ്കിൽ ആദ്യം ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ മതരാഷ്ട്രവാദം എഴുതി ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ അടിസ്ഥാന സാഹിത്യങ്ങൾ എന്ന് പറയുന്ന സാഹിത്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വേണം. മതരാഷ്ട്രവാദം എന്ന പദപ്രയോഗം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എവിടുന്ന മതരാഷ്ട്രവാദം വന്നു ചോദിച്ചാൽ, യൂറോപ്യൻ നവോത്ഥാന കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമൂഹം അവരുടെ തിയോളജി ബേസ് ചെയ്തുകൊണ്ട് നടത്തിയ ശാസ്ത്രത്തിനും ഭൗതിക ദർശനങ്ങൾക്കുമെതിരെ നടത്തിയ ഒരു രാഷ്ട്ര രൂപീകരണമുണ്ട്. അതിനെയാണ് ശരിക്കും മതരാഷ്ട്രവാദം എന്ന് ചരിത്രത്തിൽ പറയാം. ഒരിക്കലും മതരാഷ്ട്രവാദം എന്ന ഒരു പദാവലി ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ലക്ഷ്യമായോ സംസ്ഥാപന ഉദ്ദേശ്യമായോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇവർ പറയുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ടാവുന്നതിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നതെങ്കിൽ അത് ഇസ്ലാമിലുണ്ട്. അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാമിലുണ്ട്. അത് ആരും കാണിച്ചതല്ല. മുസ്ലിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അവർ ആദ്യം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവർ നിലപാട് വ്യക്തമാക്കണം. അവരെല്ലാം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചവരും ഭരണാധികാരികളുമാണ്. അവർ ഇസ്ലാമിനകത്താണോ പുറത്താണോ തീവ്രവാദിയാണോ ഭീകരവാദിയാണോ എന്ന് മുസ്ലിം സംഘടനകൾ ആദ്യം
വ്യക്താക്കണം. സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ശൃംഖലയിൽ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച പ്രവാചകനാണ്. മദീന മുനവ്വറ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനം. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രം എന്നതിനെ കുറിച്ച് മതരാഷ്ട്രവാദം എന്ന് നമുക്ക് വ്യവഹരിക്കാൻ പറ്റില്ല. പിന്നെ അത് RSSുമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ രീതിയിൽ മതരാഷ്ട്രവാദം എന്ന പദാവലി ഉപയോഗിക്കുക. RSSനതുപോലെ തത്തുല്യമാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചിന്താഗതി. അപ്പൊ RSS ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രവാദം എന്താണ്, ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം എന്താണ് എന്നാണ് പിന്നെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം, RSS ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രവാദത്തിൽ ഈ യഥാർത്ഥത്തിൽ ഹിന്ദുവല്ലാത്ത ഒരാൾക്ക് ജീവിക്കാനേ അർഹതയില്ല എന്നതാണ്. ഒന്നെങ്കിൽ അയാൾ ഹിന്ദുവാവുക, അല്ലെങ്കിൽ ഹിന്ദുവിന് കീഴ്പ്പെടുക. അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ഒരിക്കലും ജീവിതമില്ല. 2025 ഞങ്ങൾ ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുന്ന RSS നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ അലയൊലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോവില്ല. അപ്പൊ മറ്റു ഒരു സമൂഹത്തിനോ സംസ്കാരത്തിനോ മതത്തിനോ ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു മത ഏകാധിപത്യമാണ് RSSന്റെ മിലിറ്റന്റായ എന്ന് പറഞ്ഞാൽ വയലന്റ് ആയ ഒരു മതരാഷ്ട്രവാദത്തിലുള്ളത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതാണോ ഉള്ളത്? അല്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയാണ്, മദീനത്തുർ റസൂൽ. അപ്പൊ ആ മദീന രാഷ്ട്രത്തിൽ എല്ലാവരും ജീവിച്ചിരുന്നു. സെൻസസ് പ്രകാരം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ 10,000 ആണ് മദീനയിലെ ജനസംഖ്യ ഉണ്ടായിരുന്നത് സെൻസസ് പ്രകാരം. അന്നത്തെ സെൻസസ് പ്രകാരം ഇതിൽ 1500 ആളുകളെ മുസ്ലിങ്ങളുള്ളൂ. ബാക്കി 8500 ആളുകളും മുസ്ലിങ്ങൾ അല്ല. സാധാരണ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും മക്കയിൽ ഇസ്ലാം ന്യൂനപക്ഷമായിരുന്നു, മദീനയിൽ ഇസ്ലാം എന്താണ് ഭൂരിപക്ഷമാണ്. രണ്ടും തെറ്റാണ്. മദീനയിൽ ഇസ്ലാം എന്താണ് ന്യൂനപക്ഷം തന്നെ. 1500 10,000-ൽ 1500 മുസ്ലിങ്ങളുള്ളൂ. പിന്നീട് ഇങ്ങനെ ജനസംഖ്യ അധികമായി വരികയാണ് ചെയ്യുന്നത്. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ പോലും ഭൂരിപക്ഷമായിട്ടില്ല. പകുതി 50% ജനസംഖ്യ മദീനയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജൂതന്മാരൊക്കെ പല കാരണങ്ങളാൽ അവരെ അവിടെ നിന്ന് പറഞ്ഞയച്ച സംഭവമൊക്കെ നമുക്കറിയാം. അവിടെ ജൂതന്മാർ ജീവിക്കുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിൽ ലോകത്ത് എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഹമ്മുറാബിയുടേതാണ്. പക്ഷെ ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള പറയുന്നത് ലോകത്ത് ആധുനിക ഭരണഘടനയുടെ രീതിയിൽ എഴുതപ്പെട്ട ഭരണഘടന മദീന ചാർട്ടറാണ്. കാരണം ഖണ്ഡികകൾ തിരിച്ചിട്ട് എഴുതിയ ആദ്യത്തെ ഭരണഘടന ഏതാണ്? റസൂൽ എഴുതിയതാണ്. 56 ഖണ്ഡികൾ. റസൂൽ എഴുതിയല്ല, റസൂൽ പറഞ്ഞു കൊടുത്തിട്ട് ബാക്കിയുള്ള ആളുകൾ എഴുതി. അത് ഖണ്ഡികകളും ഉപഖണ്ഡികകളുമാണ്. അങ്ങനെ ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടന അതിനു മുമ്പേ ഇല്ല. അപ്പൊ ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനയുടെ ആദ്യത്തെ രൂപം റസൂലുള്ളാഹിന്റെ മദീന ചാർട്ടർ എന്നാണ് അതിന് പറയാം. ഈ 56 ഖണ്ഡികകളിൽ 2/3 ഭാഗവും മറ്റു മതങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മറ്റു മതങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്. ഒരു പന്നി മാംസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു ജൂതന് പന്നിമാംസം കഴിക്കാം, അതിന് വിരുദ്ധമല്ല. ഒരാൾ പശു കഴിച്ചു അല്ലെങ്കിൽ ആട്ടിറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് മുഹമ്മദ് അഖലാഖിനെ തല്ലിക്കൊല്ലുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ എല്ലാവർക്കും അവരുടെ മതാവകാശങ്ങളും സ്വാതന്ത്ര്യവും വകവെച്ചുകൊണ്ട് ജീവിക്കാനുള്ള കർത്തവ്യമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിനെതിരെ ആയുധമെടുത്ത് കലാപത്തിന് വരുന്നത് വരെ ആ സ്വാതന്ത്ര്യം അവർക്ക് എന്ത് ചെയ്യും, വകവെച്ചു കൊടുക്കും. അപ്പൊ ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട് ഞാനത് വളരെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിക ചരിത്രത്തിൽ അത് ബോധ്യപ്പെട്ട കാര്യമാണ്. മദീന അതുപോലെ തന്നെ നമുക്കറിയാം, വിശ്വാസികളല്ലാത്ത ആളുകൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് കൊടുക്കേണ്ടത് ജിസിയ ആണ്, സകാത്ത് അല്ല. വിശ്വാസി തന്റെ സ്വത്തിന്റെ 2.5% എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന് കൊടുക്കണം. അതിനു പകരം വിശ്വാസികളെ അല്ലാത്ത ആളുകളിൽ നിന്ന് വാങ്ങാറുള്ളത് ജിസിയാണ്. എന്തിനാണ് ജിസിയ വാങ്ങുന്നത്? ജിസിയ അവർക്ക് യുദ്ധം നിർബന്ധമില്ല, അവരുടെ പ്രൊട്ടക്ഷൻ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. ഇത് രണ്ടിനും വേണ്ടി അവർ നൽകുന്ന സംഖ്യയാണ്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരു മുസ്ലിം യുദ്ധം പ്രഖ്യാപിച്ചാൽ അവന്റെ ബാധ്യതയാണ് എന്ത് ചെയ്യല്, യുദ്ധത്തിൽ പങ്കെടുക്കണം. പട്ടാളക്കാരനൊന്നും ബാധ്യതയില്ല, എല്ലാവരും എന്ത് ചെയ്യണം, യുദ്ധത്തിൽ. പക്ഷെ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് നിർബന്ധം ഇല്ല, വേണമെങ്കിൽ പങ്കെടുക്കാം. പങ്കെടുത്ത യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വേണമെങ്കിൽ. പക്ഷെ അതിന് അവൻ കൊടുക്കുന്ന ടാക്സ് ആണ് ജിസിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദിമ്മി എന്നാണ് ഇസ്ലാമിക സമൂഹത്തിലെ മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാരെ വിളിക്കുക. അതിന്റെ അർത്ഥം പ്രൊട്ടക്റ്റഡ് ആയ പേഴ്സൺ, സംരക്ഷിതനായ പൗരൻ എന്നാണ്. നമ്മൾ സംരക്ഷിക്കണം. അതുകൊണ്ടാണ് ഒരു ദിമ്മീൻ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ എന്നെ ഉപദ്രവിക്കുന്നവനെ പോലെയാണ്, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ അള്ളാഹുവിനെ
ഉപദ്രവിക്കുന്നത് പോലെ ഇത്ര വലിയൊരു പ്രൊട്ടക്ഷനാണ് മുസ്ലിം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെക്കുറിച്ച് വിശദാംശങ്ങളോട് കൂടി നമ്മൾ സംസാരിച്ചു നോക്കിയാൽ RSSും ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് വെക്കുന്ന ആദർശങ്ങളുടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പഠിക്കും. മൂന്നാമത്തെ മതരാഷ്ട്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അത് ചോദിച്ചുകൊണ്ട്, ഈ മതരാഷ്ട്രവാദമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ട, അതുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങൾ തന്നെ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് മറ്റൊരു ആരോപണം ഉന്നയിക്കാറുള്ളത്. കാരണം ഈ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ സംഘപരിവാറിനേക്കാൾ മതരാഷ്ട്രവാദ ആരോപണം ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ്. യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വയലന്റ് ആയ രാഷ്ട്രമാണ്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഏകദേശം ചൈനയിലെ 3 പള്ളികൾ തകർത്തിട്ടുണ്ട്. ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ 3 പള്ളികൾ തകർത്ത് പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കി. ആ ടോയ്ലറ്റിന്റെ മുകളിൽ പാർട്ടി അനുസരിക്കൂ എന്നാൽ രക്ഷപ്പെടാമെന്ന് എഴുതി വെച്ച രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയും. ലോകത്ത് ഇത്രയധികം മനുഷ്യരെ കൊന്ന വേറെ ഒരു ദർശനം ലോകത്തില്ല. ഏകദേശം സഖാവ് സ്റ്റാലിൻ 4 കോടി ജനങ്ങളെ കൊന്നോ 2.5 കോടി ജനങ്ങളെ കൊന്നോ എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ. ഏതായാലും കോടി കൊന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന സഖാവ് മാവോ സേതുങ്ങാണ്. അത് 6 കോടിയോളം ജനങ്ങളെ കൊന്നൊടുക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. 8 കോടി എന്നുള്ള അഭിപ്രായമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് പിടിക്കാം. അപ്പൊ ഇത്രയും മനുഷ്യന്മാരെ കൊന്നിട്ട് ഈ മനുഷ്യന്മാരെ, അതിൽ തന്നെ സഖാവ് സ്റ്റാലിൻ കൊന്ന 11 ലക്ഷം ആളുകൾ പാർട്ടി കമ്മിറ്റിയിലെ യൂണിറ്റ് മുതൽ അങ്ങോട്ട് കേന്ദ്രതലം വരെയുള്ള കമ്മിറ്റിയിലെ മെമ്പർമാരെയാണ് സഖാവ് സ്റ്റാലിൻ മാത്രം കൊന്നത്. 11 ലക്ഷം പേരുടെ പാർട്ടി കേഡറുകളാണ് അദ്ദേഹം കൊന്നത്, ശത്രുക്കളല്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരു സിദ്ധാന്തം യഥാർത്ഥത്തിൽ ലോകത്തുണ്ട്. ഇതൊരു ഏകാധിപത്യ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇവിടെ നടക്കാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവിടെ ജനാധിപത്യ സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ്. ഇടക്കിടക്ക് നടക്കുന്നുണ്ട്. അതാണിപ്പോ മൻസൂറിന്റെ കൊലപാതകവും മാഷാ അല്ലാ ഇന്നോവയും അതുപോലെ കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ ഇടക്കിടക്ക് തികട്ടി വരികയാണ്. അത് അധികം ഇവിടെ നിലനിർത്തി കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ആവും. കേഡറുകൾ അടക്കമുള്ള ആളുകൾ കൊല്ലാനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ലോകത്ത് മതരാഷ്ട്രവാദത്തെക്കുറിച്ച് ആരോപിക്കുമ്പോൾ ഒരു ആദർശത്തിന്റെയും ആശയത്തിന്റെയും പേരിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ ഒരു ദർശനം നിസ്സംശയം കമ്മ്യൂണിസമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ പാർട്ടിയും ഈ പറഞ്ഞ പാർട്ടിയാണ്. രണ്ടാമത്തെ കേരളത്തിൽ RSS പോലും വരുന്നുള്ളൂ. RSS ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ, തർക്കമൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ അതല്ല എന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ വിച്ഛേദിച്ച് മനസ്സിലാക്കാതെ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭീകര വസ്തു വരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് പകരം മതരാഷ്ട്രവാദം എന്താണ്, RSSും ലക്ഷ്യം വെക്കുന്നതും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലക്ഷ്യമായി സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ സ്വഭാവം എന്താണ്, ഇനി ഇതിനെതിരെ ഉന്നയിക്കുന്ന ആളുകളുടെ സ്വഭാവം എന്താണ്, ഈ 3 കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് അതൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇസ്ലാമോഫോബിയ ചെറുക്കാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമോഫോബിയ ഒരു കുറ്റകൃത്യമാണ് യൂറോപ്പിലെ ചില രാഷ്ട്രങ്ങളിൽ. ഇസ്ലാമോഫോബിയ കുറ്റമാവാനുള്ള കാരണം ഇസ്ലാമോഫോബിയ ഉണ്ടായി വരുന്ന എല്ലാ പ്രവർത്തികളിൽ വമ്പിച്ച പ്രതിഷേധം യൂറോപ്പിൽ ഉണ്ടായതുകൊണ്ടാണ് അത് നിയമം നിർമ്മിച്ച് കുറ്റകൃത്യമായി ഉണ്ടായത്. അപ്പോ ഇസ്ലാമോഫോബിക്കായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാവുക എന്നാണ് ഒന്നാമത്തെ. ജാഗ്രത ഉണ്ടാവുക, അങ്ങനെ നിയമം നിർമ്മിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇസ്ലാമോഫോബിയ നേരത്തെ ഇവിടെ ആമുഖത്ത് സൂചിപ്പിച്ചതുപോലെ ഡാൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് വിവാദം വന്നാലും അതിനങ്ങനെ ഇസ്ലാമോഫോബിക്കായി മാർക്കറ്റ് ചെയ്യാന്നാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും നല്ലൊരു ശതമാനം മീഡിയകളും സൈബർ വിങ്ങുകളും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് ശരിക്കും അതൊരു പേടിയല്ല. ശരിക്കും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടുള്ള വെറുപ്പാണ്. പേടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇരുട്ട് പേടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇരുട്ടുള്ള റൂമിൽ കൊണ്ടായാലും ഇരുട്ടിനെ കുറിച്ചൊരു ഫോബിയ ഉള്ള ആൾ എന്ത് ചെയ്യും? പേടിക്കും. ലൈറ്റ് ഇട്ടതോടുകൂടി അയാളെ ഫോബിയ പോകും. അവിടെ യഥാർത്ഥത്തിൽ വെറുപ്പാണെങ്കിൽ എന്ത് ചെയ്യില്ല, ലൈറ്റ് ഇട്ടിട്ടും കാര്യമില്ല, സൗണ്ട് ഇട്ടിട്ടും കാര്യമില്ല, അത് പോവില്ല. അപ്പൊ ഇവിടെ ഫോബിയ മാത്രമല്ല വെറുപ്പ് കൂടി ഉണ്ട്. ആ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ്? ഇപ്പോ അതിന്റെ മാർക്കറ്റിൽ നിന്ന് കൊയ്യുന്ന ആളുകളാണെന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച്, അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മളെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മളൊരു പ്രബോധകരും കൂടിയാണ്. പ്രബോധിത സമൂഹത്തെ ആണ് നമ്മൾ മുഴുവൻ ആളുകളെയും കാണുന്നത്. ഇസ്ലാമിന്റെ ശരിയായ വശങ്ങൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ജീവിതത്തിൽ അത് സ്വാംശീകരിച്ച് ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുക എന്നതും ഇസ്ലാമോഫോബിയ മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം നമ്മളെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കലുമാണ് ഇസ്ലാമോഫോബിയ ഇല്ലാതാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വഴി എന്ന് പറയും. അതുകൊണ്ട് മാത്രം ഇസ്ലാമോഫോബിയ ഇല്ലാതാവില്ല. ഇസ്ലാമോഫോബിയ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെതിരെയുള്ള
ചെറുക്കാനുള്ള ശ്രമവും നടത്തുക എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കാൻ തയ്യാറായാൽ തന്നെ ഇസ്ലാമോഫോബിയയുടെ ഒരു പരിധി വരെ മാറും. അതുകൊണ്ട് മാത്രം മാറില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ശരിയായ സങ്കല്പം ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അതിനെ വിലയിരുത്തുക, ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടക്കുമ്പോൾ ഒരു പരിധിവരെ ഇസ്ലാമോഫോബിയ ഇല്ലാതെയാവും. ഇസ്ലാമോഫോബിയയിലൂടെ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായൊരു വംശഹത്യ നടക്കുകയാണ്. അറിയാതെ ഒരു വംശഹത്യ നടക്കുകയാണ്. ഒരു സമൂഹത്തിന് അവരുടെ പ്രതിനിധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുയർത്തുന്ന എല്ലാ കാര്യവും ഫോബിക്കായി ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ശബ്ദിക്കാനുള്ള ഒരു റൈറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഇല്ലാതാവാനുള്ള ജാഗ്രത കൂടി നമ്മുടെ ഭാഗത്ത് രാഷ്ട്രീയമായി ഉണ്ടാവേണ്ടതുണ്ട്.